വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ ഈ ഹാളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഇരമ്പുന്ന ഒരു അവസ്ഥയുണ്ട്. 2 ഘട്ടങ്ങളിലായി 5 കൊല്ലത്തോളം ഈ കോളേജിൽ ഞാനുണ്ടായിരുന്നു. മലയാള വിഭാഗത്തിലെ ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്നൊക്കെ പറയണ പോലെയായിരുന്നു അന്ന്. കുട്ടികൾ പഠിക്കാൻ വരണ പോലെയാണ് വന്നിരുന്നത്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബാഗിൽ വേറെ ഉണ്ടാവും. ആ പുസ്തകങ്ങൾ KSRTC ബസ്സിൽ താഴെ വെച്ചിട്ട് നോട്ടെടുത്ത് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് പഠിപ്പിക്കാറുള്ളത്. കാരണം എന്നോട് ഗ്രാമറൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ധനലക്ഷ്മി ടീച്ചർ. ഗ്രാമർ എടുക്കൂ എന്ന് പറഞ്ഞു, എടുത്ത് പഠിക്കൂ എന്ന് പറഞ്ഞു. ഞാനത് വളരെ സന്തോഷത്തോടെ അങ്ങനെ ഏറ്റെടുത്തു. പഠിപ്പിച്ചിരുന്ന ഈ കോളേജ് അതുപോലെ ഓരോ സന്ദർഭത്തിലും ശരിക്കും ആ ഒരു ശീലം എനിക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയെ പോലെ തന്നെ ചങ്കിടിപ്പോടെയാണ് ഞാൻ ഓരോ സന്ദർഭത്തിലും പേന എടുക്കുമ്പോഴായാലും അതല്ല ഒരു മൈക്കിന് മുമ്പിൽ വന്ന് നിന്ന് വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുമ്പോഴാകുമ്പോഴൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പറയട്ടെ, ഞാനൊരല്പം അഴവെടുത്തു പോയി. കാരണം എന്നോടൊപ്പം വളരെ പ്രഗത്ഭരായിട്ടുള്ള, പ്രത്യേകിച്ച് സ്ത്രീവാദ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം പഠിച്ചെഴുതിയ ആളാണ് ജിസയുണ്ട്. അതേപോലെ സാംസ്കാരിക മണ്ഡലത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് ഈ ഒരു ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച കവിതാ ബാലകൃഷ്ണനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പൊതുവേ മലയാള വിമർശകരെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അവരെ കുറിച്ച് എനിക്കുള്ള ഒരു റിഫ്ലക്ഷൻസ് പറയാമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. പക്ഷെ ഒരിക്കലും ഇല്ലാത്ത പോലെ വിദ്യാർത്ഥികൾ ഇന്ന് റിസർച്ചുകാരും കുട്ടികളും എല്ലാവരും ഇവിടെ കേൾക്കാനും വന്നിരിക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു വിഷമമുണ്ട് എനിക്ക്. പക്ഷെ സാരമില്ല, ഞാൻ എൻ്റെ ഒരു വിചാരങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ സമീപകാലത്ത് ഒരു 10-20 കൊല്ലമായി സ്ത്രീവാദത്തെ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. ദൂരെ നിന്നെന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീവാദി അല്ല കേട്ടോ എന്നുള്ളൊരു വിളംബരത്തോടുകൂടി എപ്പോഴും സ്ത്രീവാദവുമായിട്ട് എല്ലാ സ്ത്രീവാദികൾക്കും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സ്ത്രീപക്ഷവുമായിട്ട് അടുത്തിടപഴകുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കാം ഒരു പിന്മടക്കം. പലപ്പോഴായി അതിൽ നിന്ന് പിന്മാറുന്നു. ഒരു 20-25 വയസ്സിൽ ഞാൻ തീരുമാനം എടുത്തു, ഞാൻ സ്ത്രീപക്ഷം അല്ല, സ്ത്രീവാദി അല്ല, അങ്ങനത്തെ ഒന്നും എനിക്ക് വേണ്ട, അതൊന്നും അല്ല. ഞാൻ വെറുതെ സാഹിത്യം വായിക്കാം, അതും മതി, അതെനിക്ക് വേണ്ട. പിന്നെ 28, 29, 30 ആകുമ്പോൾ ഞാൻ സ്ത്രീവാദി ആകണം. എൻ്റെ എല്ലാ ചിന്തകളും അതിനോട് തന്നെയാണ് അടുക്കുന്നത്. അപ്പോഴൊക്കെയും എനിക്കത് വളരെ കൂടുതൽ ഉത്തരവാദിത്തം തരുന്നതാണെന്നുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആഹ്ലാദങ്ങളൊക്കെ തന്നെ ഏതൊക്കെയോ തരത്തിൽ അത് ചെതറിച്ച് കളയുന്ന ഒന്നാണെന്നോ ഒരു വരണ്ട സംഭവമാണെന്നോ ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പം ഞാനും ജിസയൊക്കെ ഞങ്ങൾ പ്രായത്തിൽ 2 വയസ്സിൻ്റെയും 3 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പല നോവലുകളും കഥകളും കണ്ണു കിട്ടിയതൊക്കെ വായിക്കും. അങ്ങനെ വായന ലഹരി പിടിക്കും വായനയായിട്ട് നടന്ന ഒരു കാലത്ത് അപ്പോഴൊക്കെ ഇങ്ങനെ സ്ത്രീവാദികൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പൊരുതിയ ഒരുപാട് സ്ത്രീവാദികളെ ഞങ്ങളവിടെ കാണുന്നുണ്ട്. അപ്പോഴൊക്കെയും ഇതിനോട് ഈ പറഞ്ഞ പോലെ ഒരു കയ്യകലം. ഞാൻ വളരെയധികം ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളായിരുന്നു, ആളുകളോട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സ്ത്രീവാദികളെ ഇങ്ങനെ മാറി നിന്ന് നോക്കുക, അവർ കാണാതെ അവരെ നോക്കുക, ഈ പരിപാടിയായിരുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുകാടിനെ പറ്റിയാണ് റിസർച്ച് ചെയ്തത്. അപ്പോൾ അതിൽ ചെറുകാട് വളരെ പ്രകടമായിട്ടുള്ളൊരു സ്ത്രീപക്ഷവാദിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാനാണ് എനിക്ക് അദ്ദേഹം നേരത്തെ മരിച്ചുപോയല്ലോ, 78 മറ്റോ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാൻ എനിക്ക് അവസരം ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ ഈ സ്ത്രീകളെയൊക്കെ നോക്കുന്ന ആ സ്ത്രീപക്ഷം പറയുന്ന ആളുകളോടൊപ്പം ജീവിച്ച ഒരു സ്ത്രീ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ അക്കാലത്തൊക്കെ തന്നെ ഒരുപാട് ഫെമിനിസം ഭയങ്കര അന്നും ഇന്നും ഒരുപോലെ വളരെയധികം ആളുകൾ ചർച്ച ചെയ്യുന്ന വളരെ ചലനാത്മകമായിട്ടുള്ള ഒരു ആശയ പരിസരമാണ്. അതിൽ നിന്നൊക്കെ മാറി ഞാൻ 30-കളും 40-കളും 50-കളും പിന്നിടുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സ്ത്രീവാദത്തിൻ്റെ വളരെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബലിയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിലും ഒക്കെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുത്തുന്ന, നമ്മളെ അനുഭൂതിപ്പെടുത്തുന്ന എന്നും കൂടി ഞാൻ പറയട്ടെ, കൃത്യമായിട്ടും പറയട്ടെ, കാരണം അനുഭൂതികൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. അപ്പം നമ്മുടെ ഈ അനുഭൂതിപ്പെടുത്തുന്ന കാര്യം തന്നെ വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങളാണ് അതിൻ്റെ ഒരു ആശയം എന്നുള്ളത് വളരെ ആധികാരികമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് ഫാത്തിമ മെർണിസിയുടെ ആത്മകഥയാണ്. ഫാത്തിമ മെർണിസിയുടെ
ആത്മകഥാപരമായിട്ടുള്ള പല എഴുത്തുകളും ചേർന്നതാണ് വെയിൽ ആൻഡ് മെയിൽ എലിറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് വിവർത്തനം ചെയ്യാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് KM വേണുഗോപാലൻ ഇത് വിവർത്തനം ചെയ്തു. ഞങ്ങൾ എൻ്റെ വീട്ടിലിരുന്ന് ആ വർക്കുകളൊക്കെ തീർക്കുന്ന സമയത്ത് പുള്ളിയായിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഫാത്തിമ മെർനസിയോടും ഈ പറഞ്ഞ മാതിരി ഞാനൊരു ഭയം കലർന്ന അകലം സൂക്ഷിച്ചിരുന്നു. പക്ഷെ വീണ്ടും ആ പുസ്തകം ഭാഷാപരമായി പരിശോധിച്ച് വായിച്ച് തിരുത്തി ഒക്കെ വരുമ്പോഴെനിക്ക് കിട്ടിയ ഒരു സംഗതി, വ്യത്യാസങ്ങളെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന വളരെയധികം നമ്മളെ ചങ്കുലയ്ക്കുന്ന ഒരു ഏർപ്പാടാണ് വാസ്തവത്തിൽ ഫെമിനിസം എന്ന് പറയുന്നത്. അത് വളരെയധികം ഹ്യൂമനിസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് മുണ്ടശ്ശേരി മുതലുള്ള സാഹിത്യം പഠിക്കുന്ന നമ്മൾ മുണ്ടശ്ശേരിയിലൂടെ തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിലെ സ്ത്രീ എന്നൊക്കെയുള്ള ലേഖനം വായിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും വേറെയും പല കേസരിയൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഹ്യൂമനിസവും ഫെമിനിസവും തമ്മിലുള്ള ഈ അഭിമുഖീകരണം ആണ് ഏറ്റവും നല്ല. ഇപ്പോഴും വരെ ആളുകൾ എഴുതുന്നുണ്ടല്ലോ, നല്ല മനുഷ്യനായാൽ മതി, നിങ്ങൾക്ക് ഫെമിനിസം പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല. അങ്ങനെയല്ല, മറിച്ച് ഈ വ്യത്യാസത്തിനകത്ത് നമ്മൾ നിലയുറപ്പിക്കുക എന്ന് പറയുന്ന വളരെയധികം ടാസ്ക്കുള്ള ഒരു സ്റ്റാൻഡ് പോയിൻ്റാണ് ഫെമിനിസം എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും ഞാൻ ഫെമിനിസ്റ്റ് ആണോ എന്ന് ഒരാൾ ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയണമെങ്കിൽ അല്ല എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം അത് അത്രമേൽ നമ്മളെ സ്വയം തിരിച്ചറിയാനും സ്വയം റിഫ്ലക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്വയം മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കാൻ, അനുഭൂതിപരമായി നോക്കിക്കാണാൻ പ്രാപ്തവുമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു ദൈവികമായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള അത്രയും വിശാലവും ആഴമേറിയതുമായിട്ടുള്ളൊരു പരിപ്രേക്ഷ്യം ഫെമിനിസത്തിന് ഇന്ന് ലോകതലത്തിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഏത് തരത്തിൽ നോക്കിയാൽ, ഇപ്പോൾ ഗാസ മുനമ്പിൽ മുൻ പോരാളിയായിട്ടുള്ള ആലിസ് വാക്കർ അടക്കം നിരവധി ആളുകൾ, ഈ മനുഷ്യർ എവിടെ പ്രശ്നം അനുഭവിക്കുന്നോ അവിടെയെല്ലാം ചെന്ന് ഇടപെടുന്ന ലോകപ്രശസ്തിയായിട്ടുള്ള ജൂഡിത്ത് ബട്ട്ലർ അടക്കം വാസ്തവത്തിൽ വലിയ രീതിയിൽ ഫിലന്ത്രോപ്പിസ്റ്റുകളായിട്ടുള്ള, സൈദ്ധാന്തികരായിട്ടുള്ള, താത്വിക ചിന്തയിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു രാഷ്ട്രീയം പങ്കുവയ്ക്കുന്നവരാണ്. സ്ത്രീകൾക്ക് മാത്രമായ ചില വൈകാരിക വിഷയങ്ങളുണ്ടെന്നോ, സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഊന്നിയിട്ടുള്ള കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണെന്നോ ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ വളരെക്കാലം അരങ്ങുവാണ് ഈ ഒരു ചിന്തയ്ക്കകത്ത് നിന്നല്ല ലോകത്തെ കാണുന്നത്. അവർ തീർച്ചയായിട്ടും ക്യൂറുകളെ പറ്റി ചിന്തിക്കുന്നു, മുസ്ലിങ്ങളെ പറ്റി ചിന്തിക്കുന്നു, അതുപോലെ തന്നെ അതിർത്തി കടന്നു വരുന്ന അത്തരം കുറ്റവാളിവൽക്കരിക്കപ്പെടുന്നവരെ പറ്റി ചിന്തിക്കുന്നു, രാഷ്ട്രങ്ങളിൽ നിന്ന് ഭ്രഷ്ടാക്കുന്നവരെ പറ്റി ചിന്തിക്കുന്നു. അങ്ങനെ ഏതൊക്കെ നിലയ്ക്ക് ഇരകളാക്കപ്പെടുന്നവർ ആളുകളുണ്ടോ, ആ വാക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാൻ മടിച്ചത്. എന്തായാലും അത്തരത്തിൽ മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളിലും തീർച്ചയായിട്ടും ഫെമിനിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ വിശാലമായൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ വളരെയധികം ഫെമിനിസ്റ്റെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, വളരെ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വ്യക്തിപരമായത് രാഷ്ട്രീയവുമാണ്. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ തുടക്കത്തിൽ ആമുഖമായിട്ട് പറയുകയാണ്. അത് സ്ത്രീവാദ സാഹിത്യ നിരൂപണത്തെക്കുറിച്ചാണ് എന്നോട് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഒരു വലിയ ഫാഷനാണ് ഇൻ്റർസെക്ഷനാലിറ്റി. എല്ലാ അക്കാഡമിക് പ്രബന്ധങ്ങൾക്കകത്തും നമ്മൾ ഈ വാക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇൻ്റർസെക്ഷനലായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും പ്രധാനം തന്നെയാണ്. ഇന്ത്യൻ ഫെമിനിസ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഗായത്രി സ്പിവാക്ക്. അവരതിനോട് കോൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. 80കളിൽ ഗായത്രി സ്പിവാക്ക് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ എല്ലായ്പ്പോഴും വ്യത്യാസങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇൻ്റർസെക്ഷനാലിറ്റി നല്ലത് തന്നെ, പക്ഷേ ഈ വ്യത്യാസങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ വേറെ തരം ചില വാദമുഖങ്ങൾ കൊണ്ട് അതിനെ നേരിടുന്നതൊക്കെ ഉണ്ട്. സാഹിത്യ നിരൂപണവുമായിട്ട് ബന്ധപ്പെടുത്തിയായതുകൊണ്ടാണ് സ്പിവാക്കിനെ കുറിച്ച് പറഞ്ഞത്. വളരെ കടുകട്ടിയാണ്, വായിച്ചാൽ മനസ്സിലാവില്ല, ഒറ്റ നിലയ്ക്ക് വായിച്ചാലൊന്നും സ്പിവാക്ക് ഇങ്ങനെ വിടർന്ന് കിട്ടില്ല. മറിച്ച് നമ്മൾ ഒരുപക്ഷെ മഹാശ്വേതാദേവിയുടെ സ്തനകഥകൾ, ബ്രസ്റ്റ് സ്റ്റോറീസിന് എഴുതിയ ആമുഖം വായിച്ചാൽ നമ്മൾക്ക് ഒരു മാതൃകാ ഫെമിനിസ്റ്റ് സാഹിത്യ നിരൂപണം നമുക്കവിടെ കാണാൻ പറ്റും. പോസ്റ്റ് കൊളോണിയൽ സമീപനം എല്ലാം സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഒരു കഥാവിശകലനത്തിൽ ഉൾച്ചേരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു മാതൃക തന്നെയാണ് സ്പിവാക്ക്. നമുക്കറിയാം, ഭയങ്കരമായ ധിഷണാശേഷിയുള്ള ഡെറിഡയുടെ ഓഫ് ഗ്രാമറ്റോളജിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു മലയാള സാഹിത്യത്തിൻ്റെ ഒരു ആദ്യകാലം എന്ന് നമ്മൾ ചരിത്രപരമായി തന്നെ തിരിച്ചറിയേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അതിൽ ഒരു ഈ ലോകം മുഴുവനും എല്ലായിടത്തും ഒരേപോലെ നമ്മൾ മുണ്ടശ്ശേരിയുടെ കാവ്യപീഠികയൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അമ്മേക്കാർ. അപ്പോൾ ആ മുണ്ടശ്ശേരിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും ഇങ്ങനെ ലോകം മുഴുവനും ഒരേ തരത്തിലാണ് മനുഷ്യരനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ വിശപ്പ്, മരണം, പ്രണയം, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വൈരാഗ്യം, ഇതെല്ലാം ഏതാണ്ട് അടിസ്ഥാന വികാരങ്ങളും അടിസ്ഥാന ചോദനകളും ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലായിടത്തുമുള്ള സാഹിത്യ വിചാരങ്ങളും സാഹിത്യ നിർമ്മാണവും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യ പഠനങ്ങളും ഏതാണ്ട് സമാനമാണെന്ന് അദ്ദേഹം ഇങ്ങനെ സമന്വയം അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു പുസ്തകമാണ് കാവ്യപീഠിക. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ കേസരി എടുത്തു നോക്കിയാൽ കേസരി ഒരു വലിയ രീതിയിൽ കോസ്മോപൊളിറ്റനായിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം ആ പഴയ കാലത്ത് അത്രയും വാർത്താവിനിമയ മാർഗങ്ങളൊക്കെ കുറഞ്ഞിരുന്ന കാലത്ത് പല ഭാഷകൾ പഠിച്ച്, പല ചൈനീസ് ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിച്ച് അതിൽ നിന്നുള്ള സാഹിത്യ പ്രമേയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മലയാളി സാഹിത്യകാരന്മാരെ ചെറിയ രീതിയിൽ പ്രചോദിപ്പിച്ചിരുന്നതായിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. മാരാർ മാത്രമാണ് അത്തരത്തിൽ ഒരു ഇന്ത്യൻനെസ് എന്ന് പറയുന്ന രീതിയിലുള്ള സംസ്കൃതവും അതുപോലെ മലയാളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സാഹിത്യ നിരൂപണം നടത്തിയത്. എം.പി. പോളിനും ഇംഗ്ലീഷ് ധാരാളം ഉപയോഗിക്കാൻ അറിയുമായിരുന്നു. അപ്പോൾ മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ ഒരു ആദ്യഘട്ടം നോക്കിയാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു ലോകതലം അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ആ ലോകതലം, ഒരു സാർവജനീനത, ഒരു സാർവലൗകികത, ഒരു തരം കോസ്മോപൊളിറ്റനിസം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന തരത്തിലുള്ളൊരു സംഭവം അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സവിശേഷമായൊരു പ്രശ്നം അല്ലെങ്കിൽ സവിശേഷമായൊരു മണ്ഡലം നമുക്കുണ്ട് എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് എളുപ്പമായിരുന്നില്ല. അപ്പോൾ സാഹിത്യത്തിന് ലിംഗമില്ല എന്ന് 2014 എഴുതുന്ന ആ സാഹിത്യത്തിന് ലിംഗമില്ല എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ മുമ്പിൽ അങ്ങറ്റത്തിരിപ്പുണ്ട്, ലീലാവതി ടീച്ചർ. വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരി. ടീച്ചർ ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഒരു വേദിയിൽ സാഹിത്യ പരിഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ യോഗങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ നവംബർ മാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മലയാള ഭാഷാ വാരാചരണത്തിൽ ഒരു ദിവസം ലീലാവതി ടീച്ചറുമായിട്ടുള്ള ഒരു 3ാമത്തെ എൻ്റെ വേദി പങ്കിടലായിരുന്നു. അപ്പോൾ ടീച്ചറാണ് ഉദ്ഘാടക. ടീച്ചർ വന്ന് വളരെ സ്പീഡിൽ പറഞ്ഞിട്ട് പോയി എഴുത്തിന് ലിംഗമില്ല എന്ന്. അപ്പോൾ നമ്മളൊക്കെ അതിനോട് പ്രതികരിക്കാൻ ഞാൻ, മ്യൂസ് മേരി ജോർജ്, അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഒരു 4-5 കൊല്ലം മുമ്പ് ടീച്ചർ ഞാൻ അതിലേക്ക് വരാം, തൽക്കാലം ഞാൻ പറഞ്ഞത് മുഴുവനാക്കട്ടെ. അപ്പം മലയാള സാഹിത്യ നിരൂപണത്തിൽ ഇങ്ങനെ ഈ പൊതുവായ കുറേ കാര്യങ്ങൾ, സാഹിത്യം എന്ന് പറയുന്നത് വളരെ പൊതുവാണെന്നും സാഹിത്യത്തോടുള്ള സമീപനം മനുഷ്യൻ എന്ന നിലയ്ക്കാണെന്നും ഒക്കെ പറയുന്ന തരത്തിൽ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള, അതല്ലെങ്കിൽ എന്താ പറയുക, ലിബറൽ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ കൃത്യമായ സൈദ്ധാന്തിക വാക്ക് ഈ ലിബറൽ ഹ്യൂമനിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വാക്ക് കേൾക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു പരിചയക്കുറവും, അതൊരു ഇംഗ്ലീഷ് വാക്കാണല്ലോ, ടെർമിനോളജി ആണല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും ഒന്നുമില്ല. നമ്മളിങ്ങനെ പൊതുവേ പറയുമല്ലോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, കുറേയൊക്കെ വിട്ട് കളയണം, കുറേയൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു നമ്മുടെ അനുദിന സാഹചര്യങ്ങളെ മാത്രം ഓർത്താൽ മതി. അതാണ് ലിബറൽ ഒരു ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇത് വളരെ വ്യാപകമായിട്ട് എടുത്തുപയോഗിച്ചിരുന്നു. ഈ ലിബറൽ ഹ്യൂമനിസത്തിനോട് ചേർന്ന് തന്നെയാണ് സത്യത്തിൽ നാടുവഴികളും ജന്മിമാരും രാജാക്കന്മാരും ഒക്കെ എഴുതിയിരുന്ന സാഹിത്യം വളരെ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ആ സമയത്ത് തന്നെ ഈ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അതായത് വീട്ടിൽ തന്നെ വന്നിരുന്ന് സംസ്കൃതം ചൊല്ലിക്കൊടുത്ത് പറഞ്ഞ് എഴുതിപ്പിച്ച് അങ്ങനെ നല്ല രീതിയിൽ സംസ്കൃത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തദ്ദേശീയമായിട്ടുള്ള ഗണിതം, കൃഷിശാസ്ത്രം, ജ്യോതിഷം ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അങ്ങനെ ഒരു വളരെ വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള സവർണ ജാതി കുടുംബങ്ങളിൽ പലർക്കും ഇത്തരം അവസരങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുള്ള ഈ വെൺമണി മഹനോ അല്ലെങ്കിൽ വെൺമണി അച്ഛൻ നമ്പൂതിരി, ഇങ്ങനെയുള്ള മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭന്മാരും പ്രമാണിമാരുമായിട്ടുള്ള ഒരാൾ, വെൺമണി മഹൻ എന്ന് തന്നെ പറയട്ടെ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് തോട്ടയ്ക്കാട്ടിക്കാവമ്മയുടെ ഒരു കൃതി പുറപ്പെട്ടു വന്നപ്പോൾ, വളരെ പ്രസിദ്ധമായിട്ടുള്ള സുഭദ്ര അർജുനം എന്ന് പറയുന്ന നാടകം വന്നപ്പോൾ അദ്ദേഹം എഴുതി, ഇതാ ഒരു സ്ത്രീ നാടകം എഴുതിയിരിക്കുന്നു, കവിത, അന്ന് നാടകത്തിനും കാവ്യം തന്നെ, കാവ്യം എഴുതിയിരിക്കുന്നു, അതും ഒരു ശൂദ്ര സ്ത്രീ എഴുതിയിരിക്കുന്നു, ഇനി അടങ്ങിയിരിപ്പാൻ ഭാവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൂരലെടുത്ത ഒരാളാണ്. ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. വെൺമണി മഹൻ അന്നത്തെ സാഹിത്യ പ്രമാണികളിൽ ഒരാളായിരുന്നു. ഉടനെ അന്ന് പ്രതികരണശേഷിയുള്ള നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നു. സുഭദ്രാർജുനൻ നാടകത്തിനെ വളരെ കാര്യമായി C.P. അച്യുതമേനോൻ പിൽക്കാലത്ത് പുകഴ്ത്തുന്നുണ്ട്. ഈ കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ ആ ലേഖനം കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. BA ക്ലാസ്സിൽ ഫൈനൽ ഇയറിൽ പഠിക്കാനുണ്ടായിരുന്നു C.P. അച്യുതമേനോൻ്റെ ലേഖനം. അപ്പോൾ അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ത്രീ ജാതികളിലെ തുഞ്ചത്തെഴുത്തച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇക്കാവമ്മയാണ് എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാനായിട്ട് മുന്നോട്ട് വരികയാണ് മറ്റൊരു സ്ത്രീ, ആരും അധികം പേര് കേട്ടിട്ടില്ലാത്ത, വെറും പുസ്തകാഭിപ്രായങ്ങൾ മാത്രം ഒക്കെ വല്ലപ്പോഴും ലക്ഷ്മിഭായിലൊക്കെ എഴുതിയിരുന്ന ഒരു പട്ലില്ലത്ത് പാർവതിയമ്മ. ഈ പട്ലില്ലത്ത് പാർവതിയമ്മ
പിന്നെ എവിടെ നമ്മൾ കാണുന്നില്ല. ഞാൻ ഇടയ്ക്ക് അപ്പം തമ്പുരാനിൽ പോയി നോക്കുമ്പോൾ പട്ടിലില്ലത്ത് പാർവതിയമ്മയുടെ ഒരു അഡ്രസ്സില്ല. ഇടയ്ക്ക് വല്ല പുസ്തകാഭിപ്രായമൊക്കെ എഴുതും എന്നല്ലാണ്ട് ഈ ഒരു 3 ലേഖന പരമ്പര അങ്ങോട്ട് എഴുതി തള്ളുകയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളി മറിക്കുകയാണ്. ഭയങ്കര രോഷത്തിലാണ്. അന്നത്തെ കാലത്ത് ഒരു എം ലീലാവതിയാണ്. ഇങ്ങനെ എല്ലാത്തിനോടും നല്ല കൃത്യമായ നിലപാടും അതുപോലെ അത് വിസ്തരിച്ച് അതിനെതിരെ ഇങ്ങനെ പറയാനും ഒക്കെ ഉള്ളൊരു ആ ഒരു രീതിയിലാണ് ആ ഭാഷ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വെൺമണി മകന് മറുപടി കൊടുക്കുകയാണ്. വെൺമണി മകൻ്റെ മറ്റൊരു ആരോപണം, ഇത് മന്നാടിയാർ എഴുതിയത് വല്ലതും ആണോ? മന്നാടിയാർ എഴുതിയതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ തോട്ടക്കാട്ടിക്കാവമ്മയ്ക്കൊന്നും എഴുതാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. ഇത് മന്നാടിയാർ എഴുതിയതല്ലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ നല്ല തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് പട്ടിലില്ലത്ത് പാർവതിയമ്മ. അടുത്തത് കുട്ടിക്കുഞ്ഞ് തങ്കച്ചിയുടെ എഴുത്തിനെ പറ്റി ഇവർ വിസ്തരിച്ചിട്ട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ മലയാള നിരൂപണത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു പട്ടിലില്ലത്ത് പാർവതിയമ്മ. എവിടെ പോയെന്നറിഞ്ഞുകൂടാ. ഈ 3 ലേഖനങ്ങളല്ലാതെ എനിക്ക് അവരുടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് എന്താ പറയുക, 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു തുടക്കത്തിൽ നടന്നൊരു സംഭവം ഞാനിങ്ങനെ എടുത്തു പറയുകയാണ്. ലക്ഷ്മിഭായ് മാസിക തപ്പിയാൽ നിങ്ങൾക്കത് കിട്ടും. അതിലവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ തന്നെ നോക്കണം, മലയാള ഭാഷയും നായർ സ്ത്രീകളും. ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, പരമ്പര 1, പരമ്പര 2, പരമ്പര 3 ലക്കമായിട്ട് മലയാള ഭാഷയും നായർ സ്ത്രീകളും. അപ്പോൾ ഈ നായർ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരികയാണ്. എന്താണ് ഇന്ന് നമുക്കത് മനസ്സിലാവില്ല. കാരണം മലയാള ഭാഷയിൽ ഇന്ന് ഒരു സവർണ നമ്പൂതിരി ആധിപത്യം അല്ല ഉള്ളതെന്ന് നമുക്കറിയാം. പൊതുജനങ്ങളെല്ലാവരും തന്നെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നായർ നമ്പൂതിരി സമൂഹത്തിലുള്ള ഈ സാമുദായിക സംഘർഷം തന്നെ സാഹിത്യത്തിലേക്കും കടന്നു വരുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു വെൺമണി മകൻ്റെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഡിബേറ്റുകളിലൂടെ മലയാള സാഹിത്യത്തിലെ ഈ പ്രവണതകളോട് പ്രതികരിച്ചുകൊണ്ട് നിരവധി ആളുകൾ വരികയാണ്. അപ്പോൾ ഈ നാടുവാഴി ഘട്ടത്തിലെ സ്ത്രീകളിൽ പലരും ഈ ഇപ്പോൾ സാഹിത്യത്തിനകത്ത് സാഹിത്യകാരികളുടെ തന്നെ ഒരു ബാധ്യതയാണ് ഇത് പറയുക എന്നുള്ളത്. കുട്ടിക്കുഞ്ഞ് തങ്കച്ചി അവരുടെ നാടകത്തിനകത്ത് നടിയും സൂത്രധാരനും തമ്മിലുള്ളൊരു സംസാരമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സൂത്രധാരൻ ചോദിക്കുകയാണ്, ഈ കുട്ടിക്കുഞ്ഞ് തങ്കച്ചി ഇരയിമ്മൻ തമ്പിയുടെ മകളായ കുട്ടിക്കുഞ്ഞ് തങ്കച്ചി എഴുതിയ നാടകം എന്ന് തന്നെ പറയണമെന്നുണ്ടോ? ഭവതിയും ഒരു സ്ത്രീ ആകയാലുള്ള ജാത്യാഭിമാനം കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ കുട്ടിക്കുഞ്ഞ് തങ്കച്ചി നടിയെ കൊണ്ട് പറയിക്കുന്നത് ഇങ്ങനെയാണ്, അത് സൂക്ഷ്മഗ്രാഹ്യ ശേഷിയുള്ള ആളുകൾക്ക് ഈ വക തോന്നലിനൊന്നും കാരണമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യോത്തരങ്ങളിലൂടെ വികസിച്ച് വരുന്ന ഒരു സ്ത്രീപക്ഷ യുക്തി സാഹിത്യത്തിനകത്ത് തന്നെ രൂപപ്പെട്ട് വരുന്നത് കാണാം. ഇവരെയൊക്കെ തന്നെ നമുക്ക് ആദ്യകാല സ്ത്രീ എഴുത്തുകാരികൾ അല്ലെങ്കിൽ സ്ത്രീ വിമർശകർ എന്ന് തന്നെ പറയേണ്ടി വരും. സാഹിത്യത്തിൻ്റെ തന്നെ ഒരു അംബാസഡർമാരായിട്ട് സ്ത്രീകൾ തന്നെ പുറപ്പെട്ടു വന്ന ഒരു കാലഘട്ടം. മനോരമ തമ്പുരാട്ടിയെക്കുറിച്ചും ഒരുപാട് വിസ്തരിച്ച് പോകാൻ പഴയ കാലത്തെക്കുറിച്ച് പറയാൻ സമയം എടുക്കുന്നില്ല. ആദ്യകാലത്തെ ആ സ്ത്രീ സങ്കല്പം തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ദേവിക എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടുമല്ലോ. അതായത് സാഹിത്യം എന്ന് പറയുന്നത് തന്നെ സ്ത്രീയാണ്, സാഹിത്യകാരൻ പുരുഷനാണ്. അപ്പോൾ ഈ സാഹിത്യം സ്ത്രീ ആവുകയും സാഹിത്യകാരൻ പുരുഷനായിരിക്കുകയും ചെയ്യുന്ന ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സമൂഹത്തിലും കുടുംബത്തിലും വീടുകളിലും എല്ലാം ഉള്ള അതേ കീഴായ്മ തന്നെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സ്ത്രീപക്ഷ യുക്തിയിൽ നമുക്ക് സാഹിത്യത്തെ അടിസ്ഥാനപരമായി നോക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. വേണ്ട, മഹാകവി എന്ന് പറയുന്ന ഒരു ബിരുദം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. മഹാകവി ബാലാമണിയമ്മ എന്ന് നമ്മൾ കേൾക്കാറില്ല. മഹാകവി കടത്തനാട്ട് മാധവിയമ്മ എന്ന് നമ്മൾ കേൾക്കാറില്ല. മഹാകവി മുതുകുളം പാർവതിയമ്മ പറയേണ്ട പേരാണ്, അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ കേൾക്കാറില്ല. നമ്മൾ മഹാകവി കുഞ്ഞിരാമൻ നായർന്നും അതുപോലെ ഇടശ്ശേരി എന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. അവർ മഹാകാവ്യം എഴുതിയിട്ടൊന്നുമല്ല. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലുള്ള സാഹിത്യ ബിരുദങ്ങൾ കൊടുക്കുന്നതിൽ അതേപോലെ ചില പ്രത്യേകതരം സ്ഥാനങ്ങൾ പദവികളൊക്കെ കൊടുക്കുന്നതിലും ഒക്കെ തന്നെ രൂപപ്പെട്ടു വരുന്ന ഈ ഒരു സ്ത്രീവിരുദ്ധതയുടെ ഒരു വലിയ അരച്ചു ചേർത്ത ഒരു അടിത്തട്ട്, സ്ത്രീവിരുദ്ധത അരച്ചു ചേർത്ത ഒരു അടിത്തട്ട് മലയാള സാഹിത്യത്തിനും സാഹിത്യ സമീപനങ്ങൾക്കും ഉണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. തെളിവുകൾ ഉണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. മലയാള സാഹിത്യത്തിൻ്റെ ഒരു ആധുനികതയുടെ ഘട്ടമാകുമ്പോഴേക്കും തീർച്ചയായിട്ടും ലീലാവതി ടീച്ചർ അടക്കമുള്ള ആളുകൾ വളരെ കാര്യമായിട്ട് എഴുത്തിലേക്ക് വരുന്നുണ്ട്. സാംസ്കാരികമായ ലേഖകരും സാഹിത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ലീലാവതി ടീച്ചർ ഉൾപ്പെടെയുള്ള എന്ന് പറയുന്നത് കേട്ടതിൽ ടീച്ചറുമായിട്ടൊരു 2-3 അഭിമുഖങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഒരാഴ്ചയോളം ഞങ്ങൾ ഒന്നിച്ച് പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്, ടീച്ചറെ പറ്റി പറഞ്ഞ നിലയ്ക്കല്ല മനസ്സിലായത്, ഇത്ര അധികം എഴുതിയിട്ടുള്ള ഒരു സ്ത്രീ മലയാള സാഹിത്യത്തിലെന്നല്ല ഇന്ത്യൻ സാഹിത്യത്തിൽ ഇല്ല. ഇത്ര അളവ്, ഇത്ര കാലദൈർഘ്യം, ഇത്രയും കൊല്ലം ഇങ്ങനെ സാഹിത്യത്തിൽ ഏതാണ്ടൊരു ടീച്ചർക്ക് ഇപ്പോൾ 95 വയസ്സിനടുത്തായി അല്ലേ, 90 വയസ്സിനടുത്തെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഏതാണ്ടൊരു 16-17 വയസ്സ് തൊട്ട് എഴുതുന്ന ആളാണ്. ടീച്ചർ
അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്ര ദീർഘമായ കാലയളവിൽ ഇന്ത്യൻ സാഹിത്യത്തിൽ ഒരു സ്ത്രീ ഇല്ല എഴുതുന്നത്. ഉമാഭാരതി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ്, സത്യമാണ്, അത് പത്രപ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മലയാള നിരൂപകയാണ് എം ലീലാവതി. ടീച്ചറുടെ എഴുത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ രീതിയിലുള്ള ഭയങ്കര ഈ ക്ലാസ് ഇവിടെ വെച്ചിട്ടല്ലേ വിക്ടർ ചാനലിൻ്റെ പ്രോഗ്രാമൊക്കെ നടന്ന് ടീച്ചർ ഇങ്ങനെ നിന്ന നിപ്പിൽ 3 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കുന്നു, ഒരു പ്രിപ്പറേഷനും കൂടാതെ രസധ്വനി സിദ്ധാന്തത്തെ പറ്റിയിട്ടും. അതേപോലെ തന്നെ ഒരു ദിവസം വൈകുന്നേരം ബസ് പോകാറായി ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിരുന്നിട്ട് എന്നോട് എനിക്ക് ഒരു ക്ലാസ് എടുത്തു തന്നു. ഒരു ചെറിയ കാര്യം ചോദിച്ചതേ ഉള്ളൂ, യുങ്ങിയൻ നിരൂപണത്തെക്കുറിച്ചുള്ള ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ. 1.5 മണിക്കൂർ നിന്ന നിപ്പിൽ എനിക്ക് ക്ലാസ് എടുത്ത് തന്ന ഓർമ്മയൊക്കെ എനിക്കുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കാണാനും പോകുന്നുമില്ല. അത്രമേൽ ധിഷണ തിളങ്ങുന്ന ഒരു സ്ത്രീ. അപ്പം മലയാള നിരൂപണം അങ്ങനെയുള്ള ഒരാളുടെ ഒക്കെ ഓർമ്മ തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, അത് അത്രമേൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നതുമാണ്. പക്ഷേ ടീച്ചർ ഒരു നായികയായിരുന്നോ? സാഹിത്യം ഇപ്പോൾ KPFന് ചുറ്റും ഇങ്ങനെ ഒരു സൗരയൂഥം പോലെ ഇപ്പോൾ പറയുമല്ലോ, ഒരു മഹാനായ നിരൂപകൻ്റെ ചുറ്റും ഒരു മഹാപ്രതിഭയായിട്ടുള്ള ഒരു നിരൂപകൻ M. കൃഷ്ണൻ നായർക്ക് ചുറ്റും കുറേ ആളുകളിങ്ങനെ അദ്ദേഹം ഒരു സൗരയൂഥമായി വലം വയ്ക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നമ്മൾ കേരളവർമ്മയെ ദക്ഷിണ സൗരയൂഥം എന്ന് വിളിച്ചതുപോലെ പിൽക്കാലത്ത് പല പല എഴുത്തുകാരും ഒരു നായകന്മാരായി നിന്ന് അവരുടെ ചുറ്റും പല പൈതാളികന്മാർ നിന്ന പോലെ ലീലാവതി ടീച്ചറെ നമുക്കങ്ങനെ കാണാൻ പറ്റുമോ? ലീലാവതി ടീച്ചർ നമ്മൾ ചെല്ലുമ്പോൾ ടീച്ചറുടെ വീട്ടുകാര്യങ്ങളിലായിരിക്കാം, ടീച്ചർ പറഞ്ഞതനുസരിച്ച് ടീച്ചർ ഇവിടെ പഠിപ്പിച്ചിരുന്ന കാലങ്ങളൊക്കെ ടീച്ചർ എന്നോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പല അധ്യാപകരുടെയും പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരൊക്കെയാണ് അവരുടെയൊക്കെ ക്ലാസ്സുകൾ എടുത്തു തീർക്കുന്ന തിരക്കിലായിരുന്നു. പരീക്ഷ എടുക്കാറാവുമ്പോഴാണ് അവർ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു. പല തിരക്കിലാണ്, ഒരുപാട് പണികൾ, ഗാർഹികാധ്വാനം മുതൽ സാമൂഹികമായിട്ടുള്ള പലതരം കടമകൾ, പലതരം എഴുത്തുകൾ, ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ജോലികൾക്കിടയിലും അവർ നിരൂപണം, മലയാള സാഹിത്യത്തെ ഗൗരവമായി എടുത്തുകൊണ്ട് പല സിദ്ധാന്തങ്ങളും സ്വയം ഉദ്ഗ്രഥിച്ചുകൊണ്ട് തന്നെത്താനെ പഠിച്ചിട്ടാണ്. അസലായിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ലീലാവതി ടീച്ചറെ ഇങ്ങനെ വല്ലാതെ പുഴ്ത്തി പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഇതൊക്കെ ഉള്ള കാര്യമാണ്, ഇതൊക്കെ ഇവിടെ നിന്നല്ലേ പറയേണ്ടത് അല്ലേ? ടീച്ചറോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ടീച്ചർക്കറിയാം ടീച്ചർ ആരാണെന്ന്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും വേറെയും ഭാഷകൾ ടീച്ചർക്കറിയാം, സംസ്കൃതം അസലായിട്ടറിയാം, കുറേ തമിഴും ഒക്കെ അറിയാം. അങ്ങനെയുള്ള ഒരു ആളാണ് ലീലാവതി ടീച്ചർ. അപ്പോൾ ടീച്ചർ ഒരു നായികയായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ മലയാളത്തിലെ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ പേപ്പറിൽ അവകാശപ്പെടുന്ന പോലെ ആധുനിക സാഹിത്യ നിരൂപണത്തിൽ നമ്മൾ നോക്കിയ നിരവധി, ഇപ്പോൾ KPFN വളരെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖചിത്രമൊക്കെ അടിച്ചു വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് MA ക്കൊക്കെ പഠിക്കുമ്പോൾ കലാകൗമുദി വലിയ ഒരു പ്രസിദ്ധീകരണമായിരുന്നു. അപ്പോൾ KPFൻ്റെ ഷർട്ടിടാത്ത പടം, ഇങ്ങനെയൊക്കെയാണ് അതിലുള്ള പടങ്ങൾ. പിന്നെ അദ്ദേഹം ആലോചിച്ച് നിൽക്കുന്ന പടം, അദ്ദേഹം പുസ്തകം വായിക്കുന്ന പടം, അദ്ദേഹം ഇങ്ങനെ കായലോരത്ത് നിൽക്കുന്ന പടം, ഇങ്ങനെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ വരെ നീളുന്ന ഒരു ഭയങ്കര വ്യക്തിപ്രഭാവത്തിൻ്റെ ഒരു വലയം KPFനോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ തോതിലൊരു KPFN ആരാധികയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടി, വളരെ താമസിയാതെ തന്നെ രക്ഷ കിട്ടുകയും ചെയ്തു. ആ കഥ പിന്നീട് പറയാം. എന്തായാലും M. കൃഷ്ണൻ നായർ ഒട്ടും മോശമായിരുന്നില്ല. പല നിരൂപകരും, അക്കാലത്തെ പല നിരൂപകരെ എടുത്തു നോക്കിയാൽ അവർക്കെല്ലാം ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. ലീലാവതി ടീച്ചർക്ക് എവിടെയാണ് സ്റ്റാർ വാല്യൂ? ടീച്ചറുടെ പുസ്തകങ്ങളുടെ എന്താ പറയുക, 1/3 മാത്രം എഴുതിയിട്ടുള്ള സുകുമാർ അഴീക്കോടിൻ്റെ മലയാള സാഹിത്യ വിമർശനത്തിൽ ടീച്ചറുടെ പേരില്ല. അതാണ് അവസ്ഥ. അപ്പം മലയാള സാഹിത്യത്തിൽ സ്ത്രീവിരുദ്ധത ഉണ്ടോ ഇല്ലയോ? രണ്ടാമത്തെ കാര്യം, ഇതേ കാര്യങ്ങൾ ഇതേപോലെ ഒരുപാട് സ്ത്രീവിരുദ്ധത ടീച്ചർ വേറെ തരത്തിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ട് പറഞ്ഞതായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ടീച്ചറോട് തന്നെ ഞാൻ ഒരിക്കൽ ചോദിക്കുകയാണ് കേട്ടോ, 2010 അതിൽ ചോദിക്കുകയാണ്, ടീച്ചറെ KPFN ഇങ്ങനെ ഒരു ലേഖനം എഴുതി, എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയൊരു ലേഖനം, അതാണ് ഞാൻ KPFൻ്റെ ആരാധന വിട്ട സംഭവം. എന്തായിരുന്നു ആ ലേഖനത്തിന് ടൈറ്റിൽ വിട്ടുപോയല്ലോ, വിമർശനം പുരുഷ കലയാണെന്നാണ് അതിൽ പറയണത്. പൗരുഷത്തിൻ്റെ കലാരൂപം, അങ്ങനെയാണ് ആ ടൈറ്റിൽ, പൗരുഷത്തിൻ്റെ കലാരൂപം. അപ്പോൾ ഈ ലേഖനം വായിച്ചു. KPFൻ്റെ ലേഖനം വന്നാൽ പിന്നെ അത് വായിക്കാതെ ചായ പോലും കുടിക്കില്ല ഞാൻ, അങ്ങനെയാണ്. അപ്പോൾ അത് വായിച്ചു, ഭയങ്കര നിരാശയായി. കാരണം വിമർശനം പോലെയുള്ള വലിയ എടുപ്പുകൾ സൃഷ്ടിക്കാൻ പുരുഷന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ സ്ത്രീയുടെ വൈകാരികതയ്ക്കോ ദുർബലതയ്ക്കോ സ്ത്രീയുടെ ചഞ്ചലത്വത്തിനോ ഒന്നും ഇത് അത്ര വഴങ്ങുന്നതല്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു കുറേ പുള്ളിയുടെ നല്ല ആലങ്കാരികമായ ഭാഷയും ഒക്കെയാണ്. എന്നാലും KPFN ഇത് എഴുതി കളഞ്ഞല്ലോ എന്നൊക്കെ എനിക്ക് വിഷമം തോന്നി. അതൊക്കെ പോട്ടെ. എന്തായാലും
ഈ ടൈറ്റിൽ ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്, വർഷങ്ങളോളം ദഹിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കൊച്ചി FM വേണ്ടി ചെയ്ത ഈ ഇൻ്റർവ്യൂവിൽ ടീച്ചറോട് ചോദിക്കാൻ കരുതി വെച്ചിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം പുറത്തെടുത്തു. ടീച്ചർ, ഇങ്ങനെ ഒരു പ്രസ്താവന ടീച്ചർ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ അന്ന് KPFN ഉണ്ട്, അത് വയ്യാതിരിക്കുകയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ KPFN ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയല്ലോ, അതുകൊണ്ട് ടീച്ചർക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താ? ടീച്ചർ ഇത്രയും പുസ്തകങ്ങൾ എഴുതി, മാത്രമല്ല കവിതയും ശാസ്ത്രവും പോലത്തെ പുസ്തകങ്ങൾ എഴുതുന്നു, യുങ്ങിയൻ നിരൂപണത്തെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യ പ്രരൂപങ്ങൾ മലയാളത്തിൽ എഴുതുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ് എന്ന് പറഞ്ഞു, വിമർശനകല പുരുഷൻ്റേതാണ് എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ സ്തംഭിച്ചിരുന്നു. എന്നിട്ട് ടീച്ചർ പിന്നെ അതിനെ അനിമസ് തുടങ്ങിയിട്ടുള്ള കുറേ സംജ്ഞകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ചതും ഞാൻ ഓർക്കുന്നു. അതവിടെ കിടക്കുന്നുണ്ട്, അതിങ്ങനെ എൻ്റെ ഉള്ളിലും ദഹിക്കാതെ കിടക്കുന്നുണ്ട്. 14 ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. അതിനിടയ്ക്ക് സ്റ്റാഫ് റൂമിൽ വെച്ച് ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. ടീച്ചർ വരുമ്പോൾ HOD എല്ലാവരെയും വിളിച്ച് പരിചയപ്പെടുത്തി ഞങ്ങൾ ഒന്നിച്ചൊരു ഫോട്ടോ സെഷനും ഒക്കെ കാണാറുണ്ട്. ഞാൻ അടുത്തേക്ക് എന്നിട്ട് പരിചയപ്പെടാനോ വീണ്ടും പരിചയം പുതുക്കാനോ ഒന്നും പോവില്ല. ടീച്ചർ ഇവിടെ ഓടിക്കളിച്ച് വളർന്ന കുട്ടിയാണെന്നും, അതുപോലെ ഇവിടെ 17 വയസ്സിൽ വന്നയാളാണ്, ഇവിടെ അധ്യാപികയായിരുന്നു വർഷങ്ങളോളം, അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ. അതുകൊണ്ട് ഞാൻ പിന്നെ പൊതുവെ എഴുത്തുകാരുടെ ഒരല്പം വിമുഖത എനിക്ക് സ്വകാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി വിട്ടുനിന്നു. 14 ഞങ്ങൾ ഒരേ വേദിയിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുക, എങ്ങനെ എന്താ പറയണേ. അതായത് വിഷയം ഇതാണ്, പെണ്ണെഴുത്ത് എന്നുള്ളതാണ്. ടീച്ചർ തീരുമാനം എടുത്തു, എന്താണ്, എഴുത്തിന് ലിംഗമില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പ്രസ് ക്ലബ്ബിൽ ഒരു ക്ലാസ് എടുക്കാനുണ്ട്, ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് തലശ്ശേരിയിലോ മറ്റോ എവിടെയോ ഒരു പേപ്പർ അവതരണത്തിന് പോകാനുണ്ട്, വൈകുന്നേരം ട്രെയിൻ. ഞാൻ ഈ പ്രഭാഷണം എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ എല്ലാ ആരോഗ്യവും അസ്തമിച്ച പോലെ ഞാൻ അതിനെപ്പറ്റി എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു മാനസികമായ ക്ഷീണം, ഭയങ്കര ക്ഷതം. അത് കഴിഞ്ഞ് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നത് 2016-ലാണ്. 2016-17 കാലത്ത് ടീച്ചറുമായിട്ട് സംസാരിക്കുന്നു. മാധ്യമത്തിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്ന് വള്ളത്തോളിൻ്റെ രാമായണം പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതാണ് ജീവിത ലക്ഷ്യം, എനിക്ക് ഈ രാമായണം പരിഭാഷപ്പെടുത്തിയാൽ എനിക്ക് ഇനി മരിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് തടസ്സമാവെന്നും പറഞ്ഞ് ഇൻ്റർവ്യൂ നീണ്ടു പോവുകയാണ്. അങ്ങനെ ഒരു 5-6 ദിവസം പോയി അവസാനം ഇൻ്റർവ്യൂ കംപ്ലീറ്റായി. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, വളരെ പേഴ്സണലായിട്ടും ഒക്കെയുള്ള സംസാരങ്ങൾ കടന്നു വന്നു. അവിടെ വെച്ച് എനിക്ക് മറ്റൊരു ലീലാവതി ടീച്ചറെ കാണാൻ പറ്റി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം ടീച്ചർ വളരെ വ്യത്യസ്തമായ ഒരുപാട് നിലപാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ബൃഹത്തായിട്ടുള്ള, അത് ഏതാണ്ട് ഒരു 67 പേജോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ടീച്ചർ പറഞ്ഞു, പുരാണത്തിലെ ശ്വേതകേതു മുതലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് എങ്ങനെയാണ് പുരാണങ്ങളും വേദോപനിഷത്തുകളും സ്ത്രീ അടിച്ചമർത്തിയിരുന്നതെന്നും, അതുപോലെ തന്നെ ജ്ഞാനമാണ് സ്ത്രീവാദത്തിൻ്റെ ഏറ്റവും കാതലായ സംഗതിയെന്നും, താൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് വേദത്തിൽ ഇടപെട്ടിട്ടുള്ള പല സ്ത്രീകളെയൊക്കെ ടീച്ചർ ശ്ലോകങ്ങളിലൂടെയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ടീച്ചർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായും അടങ്ങുന്നത് അവരുടെ ലൈംഗികമായിട്ടുള്ള ഇച്ഛാശക്തിയിൽ തന്നെയാണ്, ലൈംഗിക തിരഞ്ഞെടുപ്പിൽ തന്നെയാണെന്ന് പറയുകയും ഇത് വളരെ വിസ്തരിച്ച് പറയുകയും ചെയ്തു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ സ്തംഭിച്ച് കേട്ടിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭമാണ്. മാത്രമല്ല ആ സമയത്ത് വളരെയധികം ഈ എന്താ പറയുക, 2-3 സ്വവർഗ വിവാഹങ്ങളെ പിന്നെ പ്രശ്നമായിട്ടുള്ളൊരു സമയമായിരുന്നു. പത്രവാർത്തകളിലെല്ലാം അത്തരം സ്വവർഗ വിവാഹങ്ങളെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ചില ഇലക്ഷന് അശ്വതി രാജപ്പൻ നിന്ന സമയമൊക്കെയാണ്, ചിഞ്ചു അശ്വതി. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ വോട്ട് ഇങ്ങനെ ഒരു പേഴ്സണായിട്ട് അവർ നിൽക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളൊക്കെ ടീച്ചർ നിരന്തരം വായിച്ചറിയുന്നുണ്ട്, പലതരത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടാണ് ടീച്ചർ പറഞ്ഞത്, ഒരാളെ വിവാഹം കഴിച്ചു എന്ന് വെച്ചാലും വേറൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ആ സ്ത്രീക്ക് തോന്നാൻ അവകാശമുണ്ട്. സത്യം പറഞ്ഞ ആ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പോകാനും അവകാശമുണ്ട്. അതാണ് സ്ത്രീ സ്വാതന്ത്ര്യം. അത്രത്തോളമൊക്കെ ഉണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ നിലപാടോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതുന്നോ ഒന്നും ടീച്ചർക്ക് അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ടായിരിക്കും ടീച്ചർ എന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ പറയുകയും വളരെ അത്ഭുതം തോന്നി. അതേ അളവിൽ തന്നെ ടീച്ചറെക്കുറിച്ച് വേറെ ചില കാര്യങ്ങൾ പറയാനും ഉണ്ട്. അത് ഒരു ബാലൻസ് ചെയ്ത് പറയുന്നതല്ല, മറിച്ച് ടീച്ചറുടെ അത് മറ്റൊരവസരത്തിലാകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം പോകും എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. ജാതി സമീപനങ്ങളെ പറ്റിയിട്ടാണ്, അത് മറ്റൊരവസരത്തിലാകാം. എന്തായാലും ഇങ്ങനെ ഒരു വികേന്ദ്രീകരിക്കപ്പെട്ട രീതിയിൽ അതേ അളവിൽ തന്നെ ഇത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തിരുന്ന് ദേവിക എഴുതുന്നുണ്ട്, അതല്ലെങ്കിൽ CS ചന്ദ്രിക എഴുതുന്നുണ്ട്, മറ്റു പല എഴുത്തുകാരും TK ആനന്ദിയെ പോലെയുള്ള ആളുകൾ വലിയ ആർക്കൈവലായ വർക്കുകളൊക്കെ നടത്തുന്നുണ്ട്, പല ഗവേഷകരുണ്ട്, പുതിയ തരം എഴുത്തുകാരൻ, നവനിരൂപകരായിട്ടുള്ള ആളുകളെല്ലാം തന്നെയുണ്ട്. ഇങ്ങനെ ഒരു വികേന്ദ്രീകരിക്കപ്പെട്ട രീതിയിലാണ്
മലയാള സാഹിത്യത്തിലെ ഈ 50കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള സാഹിത്യ നിരൂപകമാർ അവരുടെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഒരു നായകൻ അവരെ ചുറ്റും കുറേ ആൾക്കാരല്ല, വ്യത്യസ്തരായി പല രീതിയിൽ പല കാലത്ത് പലയിടങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു വികേന്ദ്രീകൃത സ്വഭാവമുണ്ട്. അതല്ലെങ്കിൽ അനായകത്വം എന്ന് പറയുന്നൊരു വാക്കിനെക്കുറിച്ച് ഞാൻ പറയട്ടെ. അനായകത്വമാണ്, ഒരു നായകത്വമല്ല, മറിച്ചൊരു അനായികത്വം എന്ന് തന്നെ എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞ ഫാത്തിമ മെർനിസി പറയുന്നുണ്ട് ബാല്യത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ വ്യത്യാസങ്ങളെ പരിഗണിക്കേണ്ട എന്നുള്ളൊരു സൗകര്യമുള്ളൂ. ലോകം മുഴുവൻ കർക്കശമാവാൻ പോവുകയാണ്. നമ്മൾ വ്യത്യാസത്തിന് കീഴ്പ്പെട്ടേ മതിയാവൂ, അതിന് കീഴ്പ്പെടാൻ നിർബന്ധിതരായിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ വ്യത്യാസങ്ങളെക്കുറിച്ച് കൂടുതലായി പറയുന്നതാണല്ലോ വാസ്തവത്തിൽ ഈ റെപ്രസെൻറ്റേഷൻ്റെ ഒരു സംഗതി അല്ലേ. വിജിലയ്ക്ക് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പറയാൻ ഉണ്ടാവും. എന്തായാലും ഈ പ്രതിനിധാനം എന്ന് പറയുന്ന ഇന്ന് സാഹിത്യ വിമർശനത്തിൽ എടുത്തുപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംജ്ഞയാണ്. അത് പൊളിറ്റിക്കൽ സയൻസിലും സോഷ്യോളജിയിലും എല്ലാം വളരെയധികം ഗവേഷണങ്ങൾ നടക്കുന്ന വിഷയമാണ് പ്രതിനിധാനം എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിനിധാനം എങ്ങനെ നമ്മളെ വഴിതെറ്റിക്കുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് ധാരണയുണ്ട്. ഇപ്പോൾ സാഹിത്യ ചരിത്രങ്ങൾ സാഹിത്യ നിരൂപണത്തെ സ്വാധീനിക്കുമോ? ഒരു കാലത്ത് എന്നെപ്പോലെയുള്ള പലർക്കും സാഹിത്യ നിരൂപണം ഏത്, സാഹിത്യ ചരിത്രം ഏതെന്നുള്ള വലിയ ധാരണയൊന്നും ഇല്ല. എല്ലാം വായിക്കും, സാഹിത്യത്തെ പറ്റിയുള്ള എല്ലാം വായിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സാഹിത്യ ചരിത്രങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക സൂക്ഷിക്കേണ്ട മേഖലയാണെന്ന് ഞാൻ പറയും. കാരണം അവിടെയാണ് ഈ കാനോനീകരണങ്ങളും മാനകീകരണങ്ങളും ഈ പറഞ്ഞ മാതിരിയുള്ള ചില പ്രത്യേകതരം ഫോർഗ്രൗണ്ടിങ്ങും ഒക്കെ നടക്കുന്നത്. ഇപ്പം മലയാള ഭാഷയുടെ പിതാവാണ് ഇന്നയാൾ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മുടിചൂടാ മന്നനാണ്, പുതു മലയാൺമതൻ മഹേശ്വരനാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില പ്രത്യേക രീതിയിലുള്ള കാനോനീകരണങ്ങൾ സംഭവിക്കുന്ന ഒരിടമാണല്ലോ സാഹിത്യ ചരിത്രം. അങ്ങനെ സാഹിത്യ ചരിത്രങ്ങൾ എങ്ങനെ സ്ത്രീയെ അടയാളപ്പെടുത്തി എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 90കൾക്കും 2000കളുടെയും ഒക്കെ അടുത്ത് തന്നെയാണ് മലയാള നാടക സ്ത്രീ ചരിത്രം വരുന്നത്, സജിതാ മഠത്തിൽ എഴുതിയിട്ടുള്ള. അപ്പോൾ ഈ നാടക സ്ത്രീ ചരിത്രത്തിൽ സജിത വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു അതിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മലയാള നാടക സ്ത്രീ ചരിത്രം ഞാനാണ് എഴുതുന്നത് ശരി, മലയാള നാടക ചരിത്രം ഓൾറെഡി ജി ശങ്കരപ്പിള്ള, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ ഒന്നുമില്ല, സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം നല്ലൊരു നാടക ദർശനമുള്ള ആളാണ്, വളരെ അറിയപ്പെടുന്ന ഒരു ആധുനിക നാടകൃത്തും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ വരുത്തിയിട്ടുള്ള സ്ത്രീ നാടകങ്ങളെക്കുറിച്ച് വരുത്തിയിട്ടുള്ള കുറേയധികം പ്രമാദങ്ങൾ, തെറ്റുകൾ, ഈ അശ്രദ്ധ വളരെയധികം അലസമായിട്ട് തോട്ടയ്ക്കാട്ട് ഇക്കാവമ്മയെ പോലെ പ്രസിദ്ധിയായ ഒരാളുടെ പേര് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ മാധവിയമ്മ മറ്റൊരാളാണ്, അത് വേറൊരാളാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നു. സുഭദ്ര അർജുനം നാടകം എന്ന് പറയുന്നതിന് പകരം സുഭദ്ര ധനഞ്ജയം നാടകം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നിരവധിയായ തരത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പുസ്തകങ്ങളോ ഇൻ്റർനെറ്റോ ഒന്നും ഇല്ലാത്തൊരു കാലത്തൊന്നും അല്ല, ഈ 2000-അടുത്തുള്ള കാലത്ത് ഇങ്ങനെ റെഫറൻസും ലൈബ്രറികളിലോ റെഫറൻസൊക്കെ നടത്തി ഫെലോഷിപ്പൊക്കെ കിട്ടിയിട്ട് എഴുതുന്ന സാഹിത്യ ചരിത്രങ്ങളാണ്. ഇതിനകത്ത് ഇങ്ങനെ തെറ്റായ പ്രതിനിധാനങ്ങൾ ധാരാളമായി വരുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം രൂപപ്പെട്ട് വരികയാണ്. ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് ഗീത ടീച്ചർ വളരെ വ്യത്യസ്തമായ രീതിയിൽ പറയുന്നുണ്ട്. തമ്പുരാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ബന്ധുക്കളോ സഹോദരിമാരോ മക്കളോ ഒക്കെ ആയിട്ടുള്ളവരെയാണ് എടുത്ത് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ലീലാവതി ടീച്ചറുടെ പേര് മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ആ ഒരു വലിയ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള തമസ്കരണങ്ങളും വളച്ചൊടിക്കലുകളും തെറ്റായ പ്രതിനിധാനത്തിൻ്റെയൊക്കെ ഒരു കശയാണ് മലയാള സാഹിത്യത്തിൻ്റെ ഏതാണ്ട് 80കൾ വരെയുള്ള ചരിത്രം. എനിക്ക് ഓരോ പുസ്തകം ചിലപ്പോഴൊക്കെ സാഹിത്യ അക്കാദമി ചെന്ന് നോക്കുമ്പോൾ എനിക്ക് പേടിയാവും. കാരണം ദൈവമേ, ഇതിലും ചിലപ്പോൾ അവരുടെ പേരുണ്ടാവില്ല, ശരിയാ പേരുണ്ടാവില്ല ഉറപ്പിച്ചിട്ട്. ഞാൻ ഒരു പ്രത്യേക സ്ത്രീയെ മുൻനിർത്തിയിട്ട് 4 പ്രാവശ്യം ഞാൻ 4 ദിവസങ്ങളിൽ സാഹിത്യ അക്കാദമിയിൽ പോയി ആ പേരുണ്ടാവുമെന്ന് കരുതി. കാരണം അതിവിടെ നിന്ന് പറയാം കേട്ടോ, കാരണം ഇവിടെ പഠിച്ച ആളാണ് ചങ്ങമ്പുഴ, ഇവിടെ തൊട്ടടുത്താണ്. ഈ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ഒരു സാഹിത്യ ആസ്വാദനത്തിൻ്റെ ആരാധനയുടെയും കഥയാണ് അത്. TR വിമല എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഒരു പ്രസിദ്ധയായ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള കൊച്ചു പ്രായത്തിലുള്ള ഒരു കവിയായിരുന്നു. 19, 20, 25 വയസ്സ് വരെയൊക്കെ അവർ കവിത കാര്യമായി എഴുതിയിരുന്നു. ദിവസേന കവിതകളാണ്, ചങ്ങമ്പുഴയുടെ ഒരു ശൈലിയിലാണ് എഴുതുന്നത്. ആ കാലത്ത് ചങ്ങമ്പുഴയെ പോലെ എഴുതിയിരുന്ന ഒരുപാട് പേരുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചങ്ങമ്പുഴ മാത്രമല്ല, അതുകൊണ്ടാണല്ലോ MN വിജയൻ മാഷ് ഈ ഇനത്തിൽ ഇതൊന്നും മതി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയതൊക്കെ. ആ പുഴയിൽ വീണ് മരിക്കാത്തവരാരും ഇല്ല എന്നൊക്കെ പറയണത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു കവിയായിരുന്നു TR വിമല. TR വിമല
ചങ്ങമ്പുഴയോടുള്ള ആരാധന മൂലം ചങ്ങമ്പുഴയായിട്ട് പേഴ്സണലി അദ്ദേഹമായിട്ടുള്ളൊരു പരിചയവും അടുപ്പമൊക്കെ ഉണ്ട്. ചങ്ങമ്പുഴയുടെ കവിതയ്ക്കകത്തൊക്കെ അമലേ നീ മറക്കരുതൊരു നാളും മൃദുലേ നീ ഓർക്കുന്നോ, ഇങ്ങനെയൊക്കെയുള്ള ഈ അമല വിമല ഒക്കെ ഈ വിമല തന്നെയാണ്. അതിനുള്ള ജീവചരിത്രപരമായ തെളിവുകളും ഒക്കെ ഉണ്ട്. ഈ ഒരാൾ കാരണം ചങ്ങമ്പുഴയുടെ ഉള്ള അദ്ദേഹത്തിൻ്റെ കാവ്യശൈലിയോടും അദ്ദേഹത്തോടും തൻ്റെ കാവ്യ അഭിരുചിയോടുമുള്ള തീവ്രമായ അഭിനിവേശം നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് TR വിമല. അപ്പോൾ ഇവരെക്കുറിച്ച് എന്തെങ്കിലും പരാമർശം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ തിരഞ്ഞു, ഒരിടത്തുമില്ല. എന്നാൽ ഇത്രമേൽ നന്ദി കെട്ടതാണോ ഈ എന്താ പറയുക സാഹിത്യ ചരിത്രത്തിൻ്റെ മലയാള സാഹിത്യത്തിലെ സ്ത്രീകളെ പലരും തന്നെ അതിൽ പെടുത്തിയിട്ടില്ല. തെക്കേക്കുന്നത്ത് കല്യാണിയമ്മ മറ്റൊരാളാണ്. സാഹിത്യ ചരിത്രങ്ങൾ അവിടെ നിൽക്കട്ടെ, ഒരുപാട് പറയാനുണ്ട് ആ വിഷയം, എന്തായാലും അതവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ പല തരത്തിൽ പുതിയ ഒരു കാലത്തേക്ക് വരുമ്പം നമുക്കറിയാം, നിരൂപകർ തന്നെ പലപ്പോഴായിട്ട് പേരിനെങ്കിലും ഒരു മേമ്പൊടിക്കെങ്കിലും പറഞ്ഞു വയ്ക്കും ഏകശിലാത്മകമല്ല എഴുത്ത് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് ദളിത് കവിതകൾ, ദളിത് കഥകൾ, അതേപോലെയുള്ള നിരവധി ദളിത് സ്ത്രീ അനുഭവങ്ങൾ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിക്കുന്നു. വളരെ വ്യത്യാസങ്ങളോടുകൂടി തന്നെ, ഒരിക്കലും വിജില ചെറുപ്പാട് എഴുതുന്നത് പോലെയല്ല ഏറ്റവും പുതിയ കവിയായിട്ടുള്ള എന്താ പറയുക സിൽക്ക് റൂട്ടൊക്കെ എഴുതിയിട്ടുള്ള അലീന എഴുതുന്നത്, അവരെ പോലെയല്ല തീർച്ചയായിട്ടും അജിത MK എഴുതുന്നത്, രാധാമണി രാജ് വേറൊരു തരത്തിലാണ് എഴുതുന്നത്. ഇങ്ങനെ പല തരത്തിൽ വ്യത്യസ്തതകൾ പുലർത്തുന്ന ദളിത് സ്ത്രീ എഴുത്തുകളും ഒക്കെ തന്നെയുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടെടുക്കലിൻ്റെതായിട്ടുള്ളൊരു ചരിത്രം രൂപപ്പെട്ട് വരുന്നുണ്ട്. മലയാള സാഹിത്യത്തിൻ്റെ ഒരു സ്ത്രീപക്ഷ പ്രവണത എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് എടുത്തു കാണിക്കാവുന്ന ഒരു പ്രവണതയാണ് വീണ്ടെടുക്കൽ. ആ വീണ്ടെടുക്കൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഞാൻ അനുഭൂതിയെക്കുറിച്ച് പറഞ്ഞു. അനുഭൂതി നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സാധാരണ വാക്ക് അതല്ല, അതിനപ്പുറം അതിനർത്ഥങ്ങളും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള ഒരു ധാരണയും ഒക്കെ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സാങ്കേതികമായ ധാരണ വേണ്ട ഒരു വിഷയമാണ് വീണ്ടെടുക്കൽ. ആ വീണ്ടെടുക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പ്രക്രിയയാണ്. നമ്മൾ ചില സംഗതികളൊക്കെ ഇപ്പോൾ ഈ കിണറ്റിലൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്, ഒരുപാട് സാധനം കിണറ്റി വീണ് പോകും. ഓടം, വീട്ടിൽ പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഓടം കിണറ്റി വീണ് പോകും, കാക്ക എടുത്തുകൊണ്ട് ഓടും. എന്നിട്ട് ഈ ഓടമൊക്കെ പിന്നെ കിണറ്റിൽ നിന്ന് വീണ്ടെടുക്കും. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലായിട്ട് പലതും അവിടെ ഉണ്ടാവും, പാവ ഉണ്ടാവും, പേന ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ പുറത്തേക്ക് എടുക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ പലരെയും വീണ്ടെടുക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നമ്മുടെ മലയാള സാഹിത്യ ലോകം നിൽക്കുന്നത്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് അതിൽ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഗീത ടീച്ചറുടെ ഒരു പുസ്തകം നിങ്ങൾ എടുത്തു നോക്കൂ, എഴുത്തമ്മമാർ. ആ പുസ്തകം എടുത്തു നോക്കിയാൽ മനോരമ തമ്പുരാട്ടി മുതൽ ഇങ്ങ് ഭഗീരഥി അമ്മ വരെ, ഭഗീരഥി അമ്മയ്ക്കൊക്കെ ഈ എറണാകുളം ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രസക്തിയാണ്. കാരണം ഈ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വേദിയിൽ പുള്ളിക്കാരി ഇടങ്ങി പോവുക. എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ പ്രസംഗം നടക്കുക, പുരുഷന്മാർക്കൊരു വേദി, പെണ്ണുങ്ങൾക്ക് വേറൊരു വേദി. ഈ രണ്ടുപേരെയും രണ്ട് വേദിയിൽ പ്രസംഗിപ്പിക്കണതിന് പിണങ്ങിയിട്ട് ഭഗീരഥി അമ്മ ഇറങ്ങിപ്പോയി. അങ്ങനെ മാത്രമല്ല, പുള്ളിക്കാരി ഒരുപാട് നിരൂപണം ഒക്കെ പല തരത്തിലുള്ള സാഹിത്യ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നോവൽ വായന എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു പഠനമൊക്കെ അവരുടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പലരെയും വീണ്ടെടുക്കുന്നതിൽ ഈ എന്താ പറയുക തോട്ടക്കാട്ടിക്കാവമ്മ, കുട്ടിക്കുഞ്ഞ് തങ്കച്ചി, കുഞ്ഞിലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരാളെ ഗീത ടീച്ചർ വീണ്ടെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരൊരു ലേഖനം എഴുതി, കേരളീയ സ്ത്രീകൾക്കൊരു ഉപദേശം. ഈ ലേഖനം എഴുതുന്നത് 1903 ആ കേരളീയ സ്ത്രീകൾക്കൊരു ഉപദേശം എന്നുള്ള ആ ലേഖനത്തിൽ പറയുന്നത്, പെണ്ണുങ്ങളെ നിങ്ങൾക്കൊരു മുറി വേണം എന്നാണ്. നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാനും ആലോചിക്കാനും എഴുതാനും സമയമായോ ഭാവന ചെയ്യാനുമൊക്കെ നിങ്ങൾക്കൊരു മുറി വേണം കേട്ടോ എന്ന് പറയുന്നതാണ് ആ ലേഖനം. 25 കൊല്ലങ്ങൾക്ക് ശേഷമാണ് വിർജീനിയ വുൾഫ് എ റൂം ഓഫ് അൺസോൺ എഴുതുന്നത്. ഇതാണ് യൂറോ സെൻട്രിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ബോധത്തിൽ മറഞ്ഞു കിടന്നത്. ഈ സംഭവം നമ്മൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഗീത ടീച്ചർ പറയുമ്പോഴാണ് രോമാഞ്ചത്തോടെ നമ്മൾ മനസ്സിലാക്കുന്നത്, കുഞ്ഞിലക്ഷ്മി അമ്മ ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് മുറിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ, വേറെ സന്ദർഭത്തിലാണ് പിന്നെയും ഞാൻ തിരഞ്ഞപ്പോൾ കിട്ടി. പണ്ട് ഇങ്ങനെ പേര് മിസ്സിസ് പി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പേരുകളിലൊക്കെയാണ് ചില മാസികകളിൽ കാണുക. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ മുറിയെക്കുറിച്ചും സ്വസ്ഥമായിരിക്കുന്നതിനെ പറ്റിയും ലെഷറിനെ പറ്റിയിട്ടൊക്കെ സ്ത്രീകൾ ഒരുപാടൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചില വീണ്ടെടുക്കലുകൾ രൂപപ്പെട്ട് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദേവിക നിരന്തരമായിട്ട് പഴയ എഴുത്തുകളെ വീണ്ടെടുക്കുന്ന ഒരാളാണ്. അതേപോലെ കൊച്ചാട്ടിൽ കല്യാണിക്കുട്ടിയമ്മ വേറൊരു എഴുത്തുകാരിയാണ്, തൃശ്ശൂർ ഭാഗത്തുണ്ടായിരുന്ന ഒരാളാണ്. നല്ല നിഷേധിയായിരുന്നു, തൻ്റെടിയായിരുന്നു, നല്ല കുസൃതിയുമായിരുന്നു. അതുകൊണ്ട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം സ്ത്രീപക്ഷ വിചാരത്തിന് പിന്നെ ആക്കം കൂട്ടുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സമത നടത്തുന്ന ടി.എ. ഉഷാകുമാരി ടീച്ചറുടെ നേതൃത്വത്തിൽ തൃശ്ശൂരുള്ളൊരു പ്രസിദ്ധീകരണമാണ്
പ്രസിദ്ധീകരണ സംരംഭമാണ് സമത. അതിൽ തൊഴിൽ കേന്ദ്രത്തിലേക്കെന്ന് പറഞ്ഞൊരു നാടകം അവർ വീണ്ടെടുക്കുന്നുണ്ട്. പിൽക്കാലത്ത് പ്രിയ വർഗീസ്, മലയാളം അധ്യാപികയായിട്ടുള്ള കേരളവർമ്മ കോളേജിലെ അധ്യാപികയായിരുന്നു, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രിയ വർഗീസ് വസന്ത എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിനെ വീണ്ടെടുക്കുകയുണ്ടായി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം TR വിമലയെക്കുറിച്ച് ഞാൻ കുറേ കാലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു പഠനം TR വിമലയുടെ അനുഭൂതി ലോകങ്ങളെക്കുറിച്ചുള്ള ഒരു തുറന്നെഴുത്ത് മറ്റൊരു തരത്തിലൊരു വീണ്ടെടുക്കൽ തന്നെയാണ്. എങ്ങനെയാണ് ചങ്ങമ്പുഴ എന്ന് പറയുന്നത് ഒരു കാവ്യഭാവുകത്വമായി, അപ്പോൾ MK സാനു അടക്കമുള്ള ആളുകൾ എഴുതി വെച്ചതുപോലെ ഒരു പുരുഷ പ്രമാദം കലർന്നിട്ടുള്ള ഒരു ലോകം മാത്രമല്ല, അവിടെ നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ത്രീകൾ കവിത എഴുതിയിരുന്നു. ചങ്ങമ്പുഴയും TR വിമലയും തമ്മിലുള്ള കത്തുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ കത്തുകൾ പലതും പിന്നെ വിമല കത്തിച്ചു കളഞ്ഞു. വിമലയുടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വിമല മാനസിക വിഭ്രാന്തിയിലേക്ക്, ആ കഥ ഞാൻ പറയുന്നില്ല, അത് എഴുതാനിരിക്കുന്നതുമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാഹിത്യത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീകൾ ഇടപെടുമ്പോൾ രൂപപ്പെട്ടു വരുന്ന ഈ വീണ്ടെടുക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മറ്റ് എഴുത്തുകാർ, മുണ്ടശ്ശേരിയെക്കുറിച്ച് പറഞ്ഞു, ജൂലിയയുടെ പ്രബന്ധം ആ നിലയ്ക്ക് ശാകുന്തളത്തെക്കുറിച്ചുള്ള പഠനത്തിലെല്ലാം അത് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്യം, ഈശ്വരനെ പുല്ലിംഗത്തിൽ സങ്കല്പിച്ച ഒരു ലോകം, ശകുന്തളയ്ക്ക് ഈ ഗതി വരാതിരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. മുണ്ടശ്ശേരി വളരെ നാടകീയമായിട്ട് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ തന്നെ മാരാര്, നമ്മൾ അത്ഭുതപ്പെടും. കുട്ടിക്കൃഷ്ണ മാരാരെ കുറിച്ച് കേൾക്കുമ്പോൾ മലയാളം വിദ്യാർത്ഥികൾക്കും വായനക്കാർക്കും പൊതുവേ ഉള്ളൊരു ധാരണ എന്താ, വളരെ പരമ്പരാഗത ചിന്തയുള്ള ഒരാൾ, കുറച്ച് യുക്തിചിന്തയും അനുമതിവാദവും ശങ്കുകനും അങ്ങനെയൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഉപയോഗിച്ച് നല്ല പോലെ അള്ളു വയ്ക്കാൻ അറിയാം. അള്ളു വെച്ച് കുറേ ലേഖനങ്ങൾ ഞാൻ കാണാനിടയായി. അത് ഒന്നുമല്ല, കർണൻ്റെ അരങ്ങേറ്റം എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ കുട്ടിക്കൃഷ്ണ മാരാർ പറയണേ, എന്താണ് കർണൻ, ഞാൻ ചുരുക്കി പറയാൻ കേട്ടോ, കർണൻ ഇങ്ങനെ തിളങ്ങുന്നത് എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, ഒരു ക്ഷത്രിയ കുമാരിക്ക് യൗവനപ്പുളപ്പിൽ തോന്നിയ അനുരാഗത്തിൻ്റെ ഫലമാണ് ഈ കുട്ടി. എങ്ങനെ തിളങ്ങാതിരിക്കും? ഇത്രമേൽ സ്ത്രീയുടെ സദാചാരത്തെക്കുറിച്ചും അതുപോലെ സ്ത്രീ കാമനകളെ ഉയർത്തിപ്പിടിച്ച മറ്റൊരു നിരൂപകൻ മലയാളത്തിലില്ല കുട്ടിക്കൃഷ്ണ മാരാരെ പോലെ. അദ്ദേഹത്തിൻ്റെ നിരവധി പഠനങ്ങൾ ഈ പുരുഷ പ്രിവിലേജുകളെ പറ്റിയിട്ട്, അതേപോലെ പരശുരാമൻ അമ്പയോട് കാണിക്കുന്ന ഈ സ്നേഹം, ഈ രക്ഷകർത്തൃ മനോഭാവം നിങ്ങളത്ര നിഷ്കളങ്കമായി എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്, വളരെ അദ്ദേഹത്തിൻ്റെ ഭാഷ വേറെയാണ് കേട്ടോ, ഞാനത് പച്ചയ്ക്ക് പറയുന്നു എന്ന് മാത്രം, പഴയകാല മലയാളമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം പറയുന്നുണ്ട്, പരശുരാമനെ നിർത്തി പൊരിക്കുന്നുണ്ട്. അപ്പോൾ സുന്ദരിമാരായിട്ടുള്ള ഇത്തരം ഏകാകിനികളെ, ഒറ്റപ്പെട്ടവരെ കാണുമ്പോൾ പുരുഷന്മാർക്കുള്ള ഒരു ഇളക്കം തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ മാരാരിൽ പിന്നെ പിൽക്കാലത്ത് വേണമെന്ന് വെച്ചിട്ട് തന്നെ സ്ത്രീപക്ഷം പറഞ്ഞ കുറേ എഴുത്തുകാരിലേക്കൊക്കെ ഇത് വരുന്നുണ്ട്. ഡോക്ടർ കെ രാഘവൻപിള്ള വളരെ പഠിക്കപ്പെടേണ്ട ഒരാളാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഉണരുന്ന സ്ത്രീ ചേതന എന്ന് പറയുന്ന, വ്യക്തിത്വത്തിലേക്ക് ഉണരുന്ന സ്ത്രീ ചേതന, സ്ത്രൈണം, സ്വാതന്ത്ര്യം, സ്ത്രീത്വം, വേറൊരു ലേഖനം. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല. ഈ 50കളിൽ വളരെ കാര്യമായി നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ ജീവിത പടലങ്ങളാവട്ടെ, സാഹിത്യത്തിലെ ഇടപെടലുകളാകട്ടെ റീസെറ്റ് ചെയ്യുന്നൊരു കാലം. സ്വാതന്ത്ര്യം കിട്ടി, സ്വാതന്ത്ര്യാനന്തര കാലത്തെ സ്ത്രീയുടെ അവസ്ഥകളെ പുനർവിചാരണ ചെയ്യുന്ന കാലത്ത് എഴുതപ്പെട്ട രാഘവൻപിള്ളയുടെ ലേഖനം മനഃശാസ്ത്രപരമായിട്ട് സ്ത്രീയുടെ ഈ പ്രണയകാമനകളെക്കുറിച്ചും ലളിതാംബികയെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതി. അതേപോലെ വത്സലയെക്കുറിച്ച്, സരസ്വതി അമ്മയെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതി. ഈ നമ്മുടെ ഈ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട് ഈ പുസ്തകം, ഈ രാഘവൻപിള്ളയുടെ പുസ്തകം, അതിനകത്ത് ഈ ലേഖനങ്ങളുണ്ട്. അതുപോലെ MN വിജയൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം കൂടുതലായി സംസാരിച്ചത് സ്ത്രീകളുടെ വായനയെ പറ്റിയാണെന്ന് വേണം പറയാൻ. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന ഈ 90കളിൽ വളരെ തിളങ്ങി നിന്നിരുന്ന ഒരാളായിരുന്നു. വളരെ കാര്യമായി ഇടപെട്ടിരുന്നു രാഷ്ട്രീയത്തിൽ നിരന്തര. അദ്ദേഹം ഈ കോളേജിൽ പഠിച്ച ആളും കൂടിയാണ് കേട്ടോ. ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഉള്ള പ്രദേശത്താണ് ജനിച്ചു വളർന്നത്, ഇവിടെയാണ് ജീവിച്ചത്. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയമായ ആഭിമുഖ്യം പുലർത്തിയിട്ട് ദേശീയ പ്രസ്ഥാനത്തോടൊക്കെ അടുക്കുന്നതെന്നൊക്കെ ആത്മകഥയിൽ പറയുന്നുണ്ട്. MN വിജയൻ പിൽക്കാലത്ത് മനഃശാസ്ത്ര വിമർശകനായിട്ടും ഒക്കെ അറിയപ്പെടുന്നു, വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു, ശരി തന്നെ. പക്ഷേ അദ്ദേഹം പലപ്പോഴായിട്ടും ഈ സ്ത്രീ MN വിജയൻ ഉള്ള കാലത്ത് തന്നെ ലീലാവതി ടീച്ചർ ഇവിടെ ഇരുന്ന് എഴുതി നിറയ്ക്കുകയാണ്. അത്രമേൽ രണ്ടുപേരും ഒന്നിച്ച് ഏതാണ്ട് സമപ്രായക്കാരുമാണ്. വളരെയധികം സമാന്തരതകളുണ്ട്. ലീലാവതി ടീച്ചറുടെ സാഹിത്യ ശ്രമങ്ങളെ പറ്റിയോ പോട്ടെ, മാധവിക്കുട്ടിയെ പറ്റിയോ, അതല്ലെങ്കിൽ അക്കാലത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി സ്ത്രീ എഴുത്തുകാരികളുണ്ട്. അവരുടെയൊക്കെ സാഹിത്യ സർഗാത്മകതയെ മുൻനിർത്തിയിട്ട് ഒരു വിശകലനവും കാര്യമായി MN വിജയൻ നടത്തിയില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. അദ്ദേഹം അതിനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ സ്ത്രീകൾ വായിക്കേണ്ടതാണെന്നും സ്ത്രീകളുടെ അറിവിനെ പറ്റിയും ഒക്കെ മാർഗരറ്റ് മീഡിനെ പോലെയുള്ള നരവംശ പണ്ഡിതരെ മുൻനിർത്തി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശരിയാണ്. അദ്ദേഹം വേണ്ടാത്ത ചില സന്ദർഭങ്ങളിൽ ഇന്ന് നമ്മൾ അങ്ങനെ തന്നെ പറയണം, ഇന്നങ്ങനെ തിരിച്ചറിയണം.
കാരണം അദ്ദേഹം പറയുകയാണ് ചില ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയാൻ പൊതുവേ ഈ ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ച് എം എൻ വിജയനെ പോലെയുള്ള ഇടതുപക്ഷക്കാർ എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു വാക്കുണ്ട്, ഹിജടകളാണ്, ഷണ്ടന്മാരാണ്, അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയൊക്കെയുള്ള പദാവലികൾ കൊണ്ട് പലപ്പോഴും ഈ ലിംഗപരമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ സാഹിത്യ വിമർശനത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വളരെ ബഹുമാനം തോന്നാൻ ഇടയുള്ള ഒരാളാണ് വി.സി. ശ്രീജൻ. അദ്ദേഹവുമായിട്ടും ഞാനൊരു ഈ അടുത്ത് വ്യക്തിപരമായിട്ടൊരു സംസാരം ഉണ്ടായി. അതിന് കാരണം വി.സി. ശ്രീജൻ സ്ത്രീപക്ഷ നിരൂപണത്തെക്കുറിച്ച് എന്തോ ഒന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ കാര്യമായി എഴുതിയിട്ടുണ്ടെന്ന് ഒരാൾ എന്നെ ധരിപ്പിച്ചു. ഞാനിത് തിരഞ്ഞ് നോക്കിയിട്ടൊന്നും കിട്ടണില്ല. എല്ലാ ശ്രീജൻ്റെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിലൊന്നുമില്ല. എന്നിട്ട് നിവർത്തി കെട്ട് ഞാൻ ജിസയോടൊക്കെ പങ്കുവച്ചിരുന്നു ഈ കാര്യം. ഞാൻ മാഷെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഞാൻ സ്ത്രീപക്ഷത്തെപ്പറ്റി ഒന്നും എഴുതിയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്യക്തിപരമായി സ്ത്രീവാദത്തിൽ വിശ്വസിക്കുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കത് പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. ശീലിച്ചത് പല രീതിയിലുള്ള ഒരിതാണ് എന്ന് വെച്ചാൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ആളല്ല. ഞാൻ ഒരിക്കലും എഴുതില്ല. എനിക്കത് പാലിക്കാൻ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്ത്രീവാദത്തിനെ കുറിച്ച് കാര്യമായി എഴുതാത്തത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ ബഹുമാനം തോന്നി. മിണ്ടാതിരുന്നല്ലോ, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ പി രാമകൃഷ്ണൻ, ഇ.പി. രാജഗോപാലൻ, അവരിലേക്കൊന്നും പോകുന്നില്ല. കെ.പി. എഫിനെ കുറിച്ച് ഞാൻ കുറേ പറഞ്ഞു. പി രവീന്ദ്രൻ വളരെ നന്നായിട്ട് സൈദ്ധാന്തികമായിട്ടുള്ള ധാരണയുള്ള ആളാണ്. പി പവിത്രൻ, നാളെ അദ്ദേഹം ഇവിടെ വരും. നിങ്ങൾക്കറിയാം, ഇത്തരം ആളുകളൊക്കെ തന്നെ സ്ത്രീവാദത്തെ പഠിക്കുകയും സൈദ്ധാന്തികമായി ഉദ്ഗ്രഥിച്ചുകൊണ്ട് അവരുടെ കൃതികളിൽ ഉൾച്ചേർത്ത് പഠിക്കാറും ഒക്കെ തന്നെയുണ്ട്. ഇനി ഞാൻ വളരെ കാര്യമായി പറയാൻ പോകുന്ന ഒരാൾ പിന്നെ സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ വിമർശനത്തോട് ഉള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ പെണ്ണെഴുത്ത് വ്യവഹാരവുമായി ചേർന്നുകൊണ്ടുള്ളൊരു പ്രതികരണവും അതോടൊപ്പം തന്നെ ഇന്നത്തെ മലയാള സാഹിത്യത്തിലെ സ്ത്രീപക്ഷ നിരൂപകരുടെ ഒരു അവസ്ഥയും പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ അതിൽ സച്ചിദാനന്ദൻ പാപത്തറ എല്ലാവർക്കും അറിയുന്നതാണ്. പാപത്തറയുടെ അവതാരികയിൽ പെണ്ണെഴുത്തെന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്യുന്നു. അതിനെ അതിലൊരു വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മലയാള സാഹിത്യത്തിലെ ആധുനികാനന്തര നിരൂപകർ അതിനെ വിശകലനം ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, ജയദേവികയാണ്. അവരുടെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകം. മലയാളം പോലെയുള്ളൊരു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള വിമൻ റൈറ്റിംഗ് ആൻഡ് മാൻ റീഡിങ് എന്ന് = മാൻ റീഡിംഗ് എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അതിനകത്ത് ദേവിക വളരെ വിസ്തരിച്ചിട്ട് ഈ പ്രശ്നത്തെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി ഒന്ന് വെറുതെ വായിക്കാനായിട്ട് എനിക്ക് കൈമാറിയ സമയത്ത് ദേവിക ഒരു ആശയം രൂപീകരിക്കുന്നതിനെ പറ്റി എന്നോട് ചർച്ച ചെയ്തിരുന്നു. ഇതാണ് ഹോമോ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. നിങ്ങൾക്ക് പരിചിതമാണെന്ന് തോന്നുന്നു. അവരുടെ മലയാളം ട്രാൻസ്ലേഷനും ഒക്കെ ഉണ്ട്. അതിലെല്ലാം പറയുന്നതാണ് സ്വവർഗ സഹൃദയ മണ്ഡലം. അതായത് ഞാൻ ചങ്ങമ്പുഴ ഇരുന്ന് കവിത എഴുതുന്നു, ഇടപ്പള്ളി വായിക്കുന്നു, അല്ലെങ്കിൽ എം.പി. പോൾ അതിന് നിരൂപണം എഴുതുന്നു. ഇങ്ങനെ ആണുങ്ങളെല്ലാം കൂടി ആണുങ്ങൾക്ക് വേണ്ടി എഴുതുന്നു, ആണുങ്ങൾ ആസ്വദിക്കുന്നു. ഇങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു മണ്ഡലത്തെക്കുറിച്ച്. അതിനുശേഷം നമ്മൾ മലയാള സാഹിത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയാണ്, നമ്മൾ പൊന്നാനി കളരി കാണുന്നു, അതേപോലെ തന്നെ കോഴിക്കോടൻ സൗഹൃദ കൂട്ടായ്മ മനസ്സിലാക്കുന്നു, മംഗളോദയം കൂട്ടായ്മ അറിയുന്നു, ഈ ജട്ടിയിൽ ബഷീർ ബുക്ക് സ്റ്റാൾ നടത്തുമ്പോൾ അവിടെ വേറൊരു കൂട്ടായ്മ, ഇങ്ങനെ പുരുഷന്മാരുടെ ഈ സഹൃദയ മണ്ഡലത്തിനകത്തുള്ള സാഹിത്യ വ്യവഹാരങ്ങൾ പലപ്പോഴും സൈഡ് ലൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതർ ചെയ്യുന്നത് സ്ത്രീകളെയാണെന്നുള്ള ഒരു നിരീക്ഷണം സൂസൻ വിന്നറ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഫ്രാൻസിലോ മറ്റുള്ള ആളാണ്. അവരെ മുൻനിർത്തിയിട്ട് ഇവർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ ഈ പെണ്ണെഴുത്ത് വ്യവഹാരത്തിനുള്ള കുഴപ്പം എന്താണെന്നാണ് പറയുന്നത്. ഇതിനെ ഒരു പ്രത്യേക മാതൃകയായിട്ട് സാറാ ജോസഫ് എഴുതിയ ആ ഒരു പ്രത്യേക കഥകളിലെ ശരീര സമീപനങ്ങളും അതിലെ സ്ത്രീപക്ഷ വീക്ഷണമൊക്കെ ഒരു പ്രത്യേക എക്സ്ക്ലൂസീവ് മോഡലായിട്ട് അങ്ങോട്ട് മുന്നോട്ട് ഫോർഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുവാണ് ഈ 89 വന്ന പുസ്തകത്തെ. അപ്പം എന്തു പറ്റി? അപ്പം സരസ്വതി അമ്മ എവിടെ പോയി? ലളിതാംബികാന്തർജന ആരായി? അവരൊക്കെയോ? ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനൊരു മാതൃകയായി നിർത്തുന്നു എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇങ്ങനെ എഴുതണം, പെണ്ണുങ്ങൾ ഇങ്ങനെ എഴുതണമെന്ന് നിർദ്ദേശിക്കുന്ന ആ ഒരു നിർദ്ദേശാത്മകതയുടെ പ്രശ്നവും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ പെണ്ണെഴുത്ത് വ്യവഹാരത്തെ വീണ്ടും ഒരു പുരുഷ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടലായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത് എന്ന് പറയുന്ന ഒരു തരം പ്രശ്നവും കൂടി ദേവിക ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് യൂറോ കേന്ദ്രിതമായിട്ടുള്ള ഒരു നാട്ടിൽ, ഈ ഫ്രാൻസിലും മറ്റും വളരെ ഉയർന്ന ഒരു സമൂഹമാണ് ഇൻ്റലക്ച്വലി, ശരി തന്നെ. പക്ഷേ അവിടുത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾ ആവിഷ്കരിച്ച പ്രശ്നങ്ങളെ, അവരുടെ സിദ്ധാന്തങ്ങൾ, അങ്ങനെ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തത്തെ എങ്ങനെയാണ് ഈ കേരളം പോലെയുള്ള 3-4 ലോക രാജ്യത്തുള്ള ഒരു നാട്ടിലെ സ്ത്രീകളുടെ പ്രശ്നവുമായിട്ട് ഒന്നിച്ച് ചേർത്ത് വയ്ക്കാൻ കഴിയുക? ഈ ചോദ്യങ്ങളെല്ലാം
എല്ലാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നവയാണ്. മാത്രമല്ല ദേവിക നല്ലൊരു പരിഹാസം കൂടി കൊടുക്കുന്നുണ്ട്. പെണ്ണെഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് റിയലിസം ഒന്നും അല്ല എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഭാഗത്ത് അവസാനിപ്പിക്കുന്നത്. സ്ത്രീപക്ഷ വിമർശനത്തിൻ്റെ ഒരു ആധുനികാനന്തര ധാരയിലേക്ക് വരുമ്പോൾ ദേവിക മാത്രമല്ല, തീർച്ചയായിട്ടും ശാരദക്കുട്ടിയുണ്ട്, അതുപോലെ ഗീത ടീച്ചറുണ്ട്. ഗീത ടീച്ചറുടെയൊക്കെ തുടക്കകാലം മുതലുള്ള സംഭാവനകൾ വളരെ വിലമതിക്കേണ്ടതാണ്. പുതിയ തരം സൈദ്ധാന്തിക സമീക്ഷകളെ കൊണ്ടുവന്നിട്ട് നിരൂപണത്തിനകത്തേക്ക് അത് സന്നിവേശിപ്പിക്കുന്ന ഒരു രീതിശാസ്ത്രം തനി മലയാളത്തിൽ ഉണ്ടാക്കിയെടുത്തത് തീർച്ചയായിട്ടും ഗീത ടീച്ചർ തന്നെയാണ്. ശാരദക്കുട്ടിയുടെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ചില ദൗർബല്യങ്ങൾ എല്ലാവരും നിരീക്ഷിക്കുന്നത് പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. വൈകാരികതയുടെ ഒരു ഊർജ്ജം വളരെ കടന്നു നിൽക്കുന്നു. ദത്തങ്ങൾ പലപ്പോഴും ഡേറ്റ വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ സ്ത്രീവാദത്തെ പൊതുജനങ്ങളിലേക്ക് സംക്രമിപ്പിക്കുന്നതിലും അതിനോട് ചേർത്ത് നിർത്തുന്നതിലും ഒക്കെ തന്നെ വലിയ പങ്കാണ് അവർക്കെല്ലാം ഉള്ളത്. പാഠപരമായിട്ടുള്ള വിശകലന രീതിയാണ് ഗീതയും മറ്റും ശാരദക്കുട്ടിയും എല്ലാം സ്വീകരിക്കുന്നത്. ഞാൻ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സ്ത്രീപക്ഷത്തിൽ നിന്നും ഒരു, സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഒരു ലിംഗ പരിപ്രേക്ഷ്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സ്ത്രീപക്ഷത്തിൽ നിന്നും ജെൻഡർ എന്ന് പറയുന്ന ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് മാറി എന്ന് പറയുന്ന ഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ആ ഘട്ടത്തിൽ നിന്നിട്ടാണ് പുതിയ കാലഘട്ടം മലയാള സാഹിത്യത്തിൽ നിരൂപണഘട്ടം നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നിൽക്കുന്ന ആ ഒരു, ഇപ്പോൾ ഗീത ടീച്ചർ വിജയരാജു മല്ലികയെ പറ്റി എഴുതുന്നുണ്ട്. അതുപോലെ ക്യൂയർ സാഹിത്യ നിരൂപകർ തന്നെയുണ്ട്, അതിന് തന്നെ പറ്റിയ പഠിതാക്കളും മറ്റുണ്ട്. ജി രശ്മി, അനിൽകുമാർ, അതേപോലെ ടി മുരളീധരൻ, ഇവരൊക്കെ തന്നെയും എഴുതുന്നുണ്ട്. പല കൃതികളിലായിട്ട് എങ്ങനെയാണ് പുരുഷന്മാരും ഈ ഒരു വ്യവസ്ഥയുടെ ഹെറ്ററോ നോർമറ്റീവായിട്ടുള്ള ആൺപെൺ മാനകതയുടെ ഇരകളായി മാറുന്നത് എന്ന് പറയുന്നുണ്ട്. മാധവിക്കുട്ടി പഠനങ്ങളിലൂടെ എങ്ങനെയാണ് മാധവിക്കുട്ടി മറ്റെഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തരായിട്ട് സ്വർഗ്ഗകാമനയെ ചിത്രീകരിച്ചതെന്ന് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് ദേവികയും അവരോടൊപ്പം ചേരുന്നുണ്ട്. മാധവിക്കുട്ടി തന്നെ ഒരു യഥാർത്ഥത്തിൽ അവർ ഫിക്ഷനാണ് കൂടുതൽ എഴുതിയതെങ്കിലും അവർ സ്നേഹത്തെക്കുറിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയം തന്നെ ഈ നമ്മുടെ ഈ മലയാളി സദാചാരബോധത്തെ അടിമുടി മാറ്റിമറിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒന്നാണ്. പെണ്ണും പെണ്ണും കൂടി സ്നേഹിച്ചാൽ അത് ഒരു കുടുംബമാകും എന്ന് തന്നെ വാദിക്കാൻ അവർ നോക്കി. മലയാള സാഹിത്യത്തെ പൂർണ്ണമായിട്ടും ഭരിച്ചു നിന്ന ഈ കുടുംബസങ്കല്പം അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് വെറുതെ മാധവിക്കുട്ടിയുടെ കൃതികളിലൂടെ തന്നെ കടന്നുപോയാൽ മതിയായിരിക്കും. അതിന് വേണ്ടതായ പരികല്പനകളും ഒക്കെ തന്നെ കാര്യമായിട്ട് ദേവിക രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കുറേ ചെറിയ വായനകളിലൂടെ, ശ്രമങ്ങളിലൂടെ, ചില പഠനങ്ങളിലൂടെ നിൽക്കുന്ന പുതിയ എഴുത്തുകാരികൾ നിരവധിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു അറ്റത്ത് ഞാനുമുണ്ട്, ജിസ ജോസ് ഉണ്ട്, അതേപോലെ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഇന്ദു പി നമ്പൂതിരി, പുതിയ നിരൂപക ലക്ഷ്മി പി, ഇവരൊക്കെ തന്നെയും ഈ ഒരു ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വ്യത്യസ്തതകൾക്കകത്ത് ഒരു മാട്രിക്സ് പോലെ കിടക്കുന്ന മലയാള നിരൂപണത്തിൻ്റെ ഒരു പ്രസരം, ആ പ്രസരം ഏറ്റുകൊണ്ടാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഞാൻ ഒരു വാദമുഖം തുറന്നു വയ്ക്കുകയും ഒരു ലിസ്റ്റിങ്ങുമാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ വിലപിടിച്ചതാണ്. പക്ഷേ ജിസയുടെ സമയം, വിജിലയുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. നിർത്തട്ടെ. നന്ദി.